മൈ സ്പൈസി ഡിലൈറ്റ്സ്. ഇപ്പോൾ നല്ല മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പച്ചമാങ്ങ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, പച്ചമാങ്ങ രസം. അപ്പോൾ പച്ചമാങ്ങയും കൊണ്ട് എങ്ങനെയാണ് ഈ രസം തയ്യാറാക്കാമെന്ന് കണ്ടിട്ട് വന്നാലോ. പച്ചമാങ്ങ രസം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പച്ചമാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം, വെള്ളം ഒട്ടും ചേർക്കാതെ. ഈ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒരു 8 എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പച്ചമണം മറന്നേരൊന്ന് വഴിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മറന്നേരൊന്ന് വഴിച്ചെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള പച്ചമാങ്ങ പേസ്റ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പച്ചമാങ്ങ അരച്ച അതേ ജാറിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒരുപാട് വെട്ടിത്തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പാകത്തിലൊന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയൊരു പച്ചമാങ്ങ രസമാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ ഒരു പെർഫെക്റ്റ് കോംബോ തന്നെയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ പിന്നെ വേറൊരു കറി വേണമെന്നില്ല. നോക്കിയിരുന്ന് വെള്ളമിറക്കാതെ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ചോറിൻ്റെ കൂടെ ഒന്നൊന്ന് പിടി അങ്ങോട്ട് പിടിക്കുക. അയ്യോ, എൻ്റെ വായിൽ കപ്പലോടാനുള്ള വെള്ളമുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.